ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലാണ്. നമ്മൾ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓട്ടോ. ഇത് നല്ല ഷോക്കായിരുന്നു. രാവിലെ ഒരു 1:30 വരെയൊക്കെ നല്ല ഷോക്കായിരുന്നു. 1:30 കഴിഞ്ഞ് നമ്മൾ പോയി ഗൈസ്. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെ നല്ല ഓട്ടം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ വീട്ടിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സന്തോഷങ്ങളുമായ നല്ലൊരു ദിവസം സമ്മാനിച്ച എല്ലാവർക്കും നന്ദി. അപ്പം ഗൈസ് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. സ്കിപ്പായി പോകുന്നു ഗൈസ്. അപ്പം നമ്മൾക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമ്മളത് തന്നെ നമുക്കും ഒന്നും പ്രതീക്ഷകളില്ല. നമ്മുടെ ഓട്ടക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോൾ അടിക്കുമ്പോൾ അത് പ്രതീക്ഷയായിരിക്കും. ചിലപ്പോൾ അതൊരു 30 രൂപയുടെ ഓട്ടമായിരിക്കും, ചിലപ്പോൾ അതൊരു 500 രൂപ ഓട്ടമായിരിക്കും, ചിലപ്പോൾ അതൊരു 1000 രൂപ ഓട്ടമായിരിക്കും. അത് ഗൈസ്. അപ്പോൾ ആ ഓട്ടം നമ്മളെ ഇന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ഓട്ടം രാവിലെ നമ്മുടെ ഇന്ന് മിസ്സായിപ്പോയി. ഞാൻ ബാത്റൂമിൽ ഈ സമയത്ത് ആ ഫോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ എൻ്റെ മനസ്സ് നല്ല കണക്ക് വേദനിച്ചു. പക്ഷേ എന്തുകൊണ്ടെന്നാലും ദൈവം നമ്മളെ തുണച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ഓട്ടം കിട്ടി. അതൊരു പാരിപ്പള്ളി മെഡിക്കലുള്ള ഓട്ടമായിരുന്നു ഗൈസ്. ആ ഓട്ടത്തിൽ ഞാനിന്ന് പിടിച്ചു നിർത്തി. കാര്യം നമ്മളൊരു ഫാമിലിയാണ്. നമുക്ക് വാങ്ങിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം ഗൈസ്, വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കുള്ള വില എന്തൊക്കെയാണെന്നുള്ള ഗൈസ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള സാമ്പത്തികം കൊണ്ട് രാവിലെ ഇറങ്ങിയപ്പോൾ നമുക്ക് വേണ്ടേ ഗൈസ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്തുതിയോ നമ്മുടെ പുണ്യമോ ആരുടെയൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഒരു ഓട്ടം രാവിലെ മിസ്സായി പോയിട്ട് നമുക്ക് വീണ്ടും ഒരു ഓട്ടം കൂടെ ദൈവം തന്നിരിക്കുകയാണ്. നമ്മൾ പാരിപ്പള്ളി പോയിട്ടാണ് വന്നത്. എന്തുവായാലും നമ്മൾ ആ കാര്യങ്ങളെല്ലാം നടത്തി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരു സാധാരണക്കാരുടെ പാവപ്പെട്ടവൻ്റെ ഒരു ഓട്ടക്കാരൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല ഗൈസ്. കേരളത്തിലെ എല്ലാ ഓട്ടക്കാരുടെയും അവസ്ഥ ഇന്നിതാണ്. എല്ലാ ഓട്ടക്കാരും ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.